അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിന് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്ന നിമിഷങ്ങൾ. അല്ലാ, ഞാൻ എൻ്റെ ഹിജാബിയെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. പാവം, പഠിച്ചോനെ പുറത്തു തരണേ റഹ്മാനെ. തെറ്റിദ്ധാരണയുടെ പേരിലാണ്. എങ്കിലും അത്രക്കും സങ്കടമാകുന്ന ആ ഒരു മെസ്സേജ് എന്തിനാണ്, ആരാണ് അവൾക്ക് അയച്ചത്? അതും എൻ്റെ ഫോണിൽ നിന്ന്. പാവം, ഏതൊരു പെണ്ണും ഏതൊരാണും ആ രീതിയിലുള്ള മെസ്സേജ് കാണുമ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു പോകും, അതുറപ്പാണ്. പാവം എൻ്റെ ഹിജാബി. ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവളുടെ മെസ്സേജൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു മെസ്സേജ് അങ്ങോട്ട്, അതും ഒഴിഞ്ഞു പോകണം ശല്യം എന്ന് പറഞ്ഞുകൊണ്ട്. ആർക്കായാലും അത് സഹിക്കാൻ കഴിയുമോ? അതും അത്രക്കും അവളെ ഞാൻ സ്നേഹിച്ചിട്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ട് ഒരു നിമിഷം കൊണ്ട് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ അത് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാണ്. പാവം എൻ്റെ ഹിജാബി. പടച്ച റബ്ബേ, കരുതി കൂട്ടിക്കൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അന്ന് ഷോപ്പ് കഴിഞ്ഞ് ഷമ്മാസ് വീട്ടിലെത്തിയപ്പോഴേക്കും ആ ഒരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. എന്നാലും വേറെ വല്ല നമ്പറിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിക്കാം, അതിനൊക്കെ ഇഷ്ടം പോലെ വഴികളുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ആകുമ്പോൾ അത് വീട്ടിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചോ ഇല്ല, അതാവാൻ ചാൻസ് ഇല്ല. ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും. ആരായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക? ആര് ഞാൻ വിശ്വസിക്കും? വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും മാത്രമേ ഉള്ളൂ. പുറമക്കാരായിട്ട് മറ്റാരുമില്ല. ഉമ്മയും ഞാനും ആണെങ്കിൽ ഹോസ്പിറ്റലിലും, നവാസ്ക അധിക സമയവും ഹോസ്പിറ്റലിൽ. പിന്നെ ഇപ്പോൾ പഠിച്ചവനെ, ഞാൻ ആരെയാണ് സംശയിക്കേണ്ടത്? എനിക്കറിയുന്നില്ല. ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്തൊക്കെ തന്നെയായാലും ഒരു ദിവസം കള്ളത്തരമെല്ലാം പഠിച്ചവൻ പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് ഉമ്മ ഷമ്മാസിനെ വിളിച്ചു. മോനെ, ഷാമോനെ, നീ എവിടെടാ? ഉമ്മ, ഞാനിതാ മുറ്റത്താണ്. നീ എന്താ ഈ സമയത്ത് അവിടെ? ഇന്നെന്താ ഷോപ്പ് പെട്ടെന്ന് കഴിഞ്ഞോ? കുറച്ച് നേരത്തെ എത്തിയല്ലോ. ഉമ്മ, ഷോപ്പ് ഇല്ല, കഴിയുന്നില്ല. രാത്രിയൊക്കെ ഉണ്ടാവുമല്ലോ, ഞാനിങ്ങ് പോന്നു. എന്താ മോനെന്ന് വിശേഷിച്ച്? ഇന്നെന്താ പെട്ടെന്ന് പോകുന്നത്? ഒന്നുമില്ലമ്മ, വീട്ടിലേക്ക് വരണം തോന്നി. ഉമ്മ, നമുക്കൊന്ന് പുറത്തു പോയാലോ? മോനെ, ഇനിയിപ്പോഴോ? ഇനിയിപ്പോൾ എന്തിനാ? അല്ലേ, ഒന്ന് കറങ്ങിയിട്ട് വരാലോ. വീട്ടിലെങ്ങനെ ഇരുന്നിട്ടെന്താ? വരി ഉമ്മ. മോനെ, ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ വരും. ഉമ്മ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എൻ്റെ ഷാമോനെ, നമുക്ക് ഇന്ന് മുറ്റത്തിലിരുന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ഈ സമയത്ത് പെരും മഴയാണ്, പുറത്തിറങ്ങാനേ തോന്നുന്നില്ല. എവിടെ ചെന്നാലും നല്ല മഴയല്ലേ. അതുകൊണ്ട് ഉമ്മയുടെ ഇഷ്ടപ്രകാരം ഷമ്മാസ് അതാ അവരുടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഉമ്മയും അവനും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല മോനെ, നീ എന്തൊക്കെയോ പറയാൻ നിൽക്കുന്ന പോലെയുണ്ട്, പക്ഷെ നീ ഒന്നും പുറത്ത് പറയുന്നില്ലല്ലോ. എന്ത് സംഭവം? എന്തൊക്കെയോ ഒന്ന് വിഴുങ്ങി കളിക്കുന്നുണ്ടല്ലോ. ഉമ്മ, ഒരാൾക്ക് സമ്മതമില്ലാത്തത് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ജീവിതത്തിൽ ആർക്കെങ്കിലും അവരറിയാതെ ഇടപെടാൻ പറ്റുമോ? മോനെ, എന്ത് ഈ പറയണത്? അങ്ങനെയൊന്നും പാടില്ലല്ലോ. കാരണം അതെന്ന് വെച്ചാൽ വളരെയധികം മോശമായ പ്രവൃത്തിയല്ലേ. അങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ. ആ പിന്നെ മോനെ, ഇത്താത്താൻ്റെ ആങ്ങളെ വിളിച്ചിരുന്നു. അവർ വരുന്നുണ്ടെന്നോ, ഇന്നലെ വരുന്നു പറഞ്ഞിരുന്നു, പിന്നെ ഇന്ന് വരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ, എന്തിന്? മോനെ, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്താ പറയാനൊക്കെ തോന്നുന്നുണ്ട്. ഈ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും പറ്റൂല, എനിക്കിപ്പോൾ താല്പര്യമില്ല കല്യാണം കഴിക്കാൻ എന്ന് തന്നെ ഈ പറഞ്ഞുകൊണ്ടിട്ടോ. ഉമ്മയുടെ മനസ്സിൽ, അതെ, ഉമ്മയുടെ ഫൈസൽ മോൻ്റെ മരുമകൾ നുസൈബ മാത്രമാണ്. അവളെ എങ്ങനെയെങ്കിലും ഷമ്മാസ് കെട്ടണമെന്ന് തന്നെയാണ് ഉമ്മാൻ്റെ ചിന്ത. പക്ഷേ ഉമ്മ അത് അവനോട് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു, അത്
ഉമ്മ സംരക്ഷിക്കാൻ അത് ഞാൻ ഏറ്റു. പക്ഷേ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ഉമ്മ അത് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വലിയൊരു ആശ്വാസമുണ്ട്. കാരണം ഷമ്മാസ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അവന് നല്ല രീതിയിൽ എല്ലാം ചെയ്യുന്ന മോനാണ്. അവൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അവനൊരിക്കലും കളവ് പറയാറില്ല. മോനെ, നീ എന്താ പറഞ്ഞത്? ആരുടെ ജീവിതത്തിൽ ആര് കൈയിട്ടുന്ന ഈ പറയണത്? ഒന്നുമില്ലമ്മ. നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെയാണ്. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് തെറ്റിദ്ധാരണ ആർക്കെങ്കിലും പരത്തിയാൽ നമ്മളെപ്പോലെ അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാളോട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എത്ര വേദന ഉണ്ടാവും അല്ലേ ഉമ്മ? മോനെ എന്താ പറയണത്? ഒന്ന് തെളിയിച്ച് പറയും. ആരാണ് ചെയ്യാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എൻ്റെ മോനെ കുറിച്ച് അങ്ങനെ ആരെയും പറഞ്ഞ് നടക്കണുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരാണ്? എനിക്കൊന്ന് കാണണമല്ലോ ഓലെ. ഉമ്മ പറഞ്ഞും ചെയ്തും നടക്കുകയല്ലെങ്കിലും അത് പ്രവർത്തിച്ചാൽ എന്താ ചെയ്യുക? എൻ്റെ കുട്ടിയെ, എൻ്റെ ഷാമോൻ എന്താ പറയാനുള്ള വെച്ചാൽ തുറന്ന് പറഞ്ഞു അമ്മാനോട്. ഇങ്ങനെ വളച്ച് കെട്ടി പറയൊന്നും വേണ്ട. ഉമ്മയോടൊരു പക്ഷേ ഈ ഒരു വിഷയം പറഞ്ഞാൽ ഉമ്മാക്ക് അത് ഒരു പക്ഷേ ടെൻഷനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ തൽക്കാലം ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് വെച്ചാലോ. എന്തൊക്കെ തന്നെയായാലും ഉമ്മയുടെ ആഗ്രഹം ഫൈസൽ ഖാൻ്റെ ആദ്യ ഭാര്യ ഇത്താത്തയെ കല്യാണം കഴിക്കണം ഞാൻ എന്നുള്ളത് തന്നെയാണ്. ഉമ്മയും ഷമ്മാസും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ നവാസ്കയുടെ മോള് ഓടി വരുന്നു. ആപ്പാപ്പാ, ആപ്പാപ്പാ. ആ, എൻ്റെ പൊന്നു മോള് വന്നോ? മോളെ, എങ്ങനെയുണ്ട്? ക്ലാസ്സൊക്കെ ഉഷാറല്ലേ? ആപ്പാപ്പാ നല്ല മിസ്സാണ്, നല്ല രീതിയിൽ പഠിപ്പിക്കും. മോൾക്ക് അടി കിട്ടാറുണ്ട്? ഇല്ല, വടിയൊന്നുമില്ല, നല്ല ടീച്ചറാണ്. ആണല്ലേ? മോള് നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടോ. യാതൊരു തെറ്റും മോള് ചെയ്യരുത് കേട്ടോ. നല്ല മോളായി വളരണം. ആപ്പാപ്പാ, എന്തിനാ തെറ്റ് ചെയ്യുന്നത്? തെറ്റ് ചെയ്താൽ പഠിച്ചവൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മോളെ കളവ് പറഞ്ഞാലും തെറ്റ് ചെയ്താലൊക്കെ പഠിച്ചോനെ എല്ലാം നോക്കി കാണുന്നുണ്ട്. ആരെന്തൊക്കെ തന്നെ ചെയ്താലും പറഞ്ഞാലൊക്കെ പഠിച്ചോനെ നോക്കും. നോക്കിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഇതാ നല്ല കാര്യങ്ങൾ നമ്മുടെ വലതു ഭാഗത്തും എഴുതും, ചീത്ത കാര്യങ്ങൾ ഇടതു ഭാഗത്തും. അപ്പം നമ്മൾ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നല്ലത് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. കളവൊന്നും പറയരുത് കേട്ടോ. പറഞ്ഞാലിതാ ഇടതു ഭാഗത്ത് എഴുതും. ഇടതു ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ തിന്മ കൂടും. പിന്നെ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. പക്ഷെ നല്ലതാണെങ്കിലോ നമുക്ക് സ്വർഗത്തിൽ പോകാം. ആപ്പാപ്പ, ഞാൻ കളവൊന്നും പറയാറില്ല, ആരെയും ചീത്ത പറയാറില്ല, വഴക്ക് പറയാറൊന്നുമില്ല. ആപ്പാപ്പാൻ്റെ മോള് നല്ല കുട്ടിയല്ലേ? നല്ല മോളാണ് കേട്ടോ. ആപ്പാപ്പാക്ക് ഒരു ഉമ്മതാ. അതാ ഷമ്മാസിനെ ആ കുട്ടി കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും ചുംബിക്കുന്നു. അവൾ കളിച്ചുകൊണ്ട് അതാ മുറ്റത്തേക്ക് തന്നെ ഓടിപ്പോയി. ഒരു നിമിഷം ഷമ്മാസ് അതോർത്തു. മോൾ എന്നോട് പറഞ്ഞ കാര്യം അതവനക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ, കുട്ടികളൊരിക്കലും കളവ് പറയില്ല. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. അവർക്കൊരിക്കലും കളവ് പറയാൻ കഴിയില്ല. സത്യമായിട്ടും അവർ പറയില്ല, അതുറപ്പുണ്ട് എനിക്ക്. പെട്ടെന്ന് ഷമ്മാസ് അതോർത്തു തന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. ആപ്പാപ്പാ, ഉമ്മച്ചി നിങ്ങളെ ഫോൺ എടുത്തിരുന്നു. ആപ്പാപ്പാ, ഉമ്മച്ചി നിങ്ങളെ ഫോൺ എടുത്ത് കളിച്ചിരുന്നു, വീഡിയോ കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു നിമിഷം ഷമ്മാസിൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞു തുടങ്ങി. അതെ, ആ കുഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആപ്പാപ്പാൻ്റെ ഫോൺ ഉമ്മച്ചി എടുത്തിരുന്നു എന്നുള്ളത്. സത്യമായിട്ടും അവിടെ മുതൽ ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഞാനും ഉമ്മയും ഹോസ്പിറ്റലിൽ പോയ നിമിഷം, ഇവിടെ ഷാനിത്തയും ഫസീലത്തയും മാത്രമുള്ള നിമിഷങ്ങൾ, എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയ നിമിഷങ്ങൾ എല്ലാം കൂടി ഓർത്തു നോക്കുമ്പോൾ ഷാനിത്ത അവർ അത്ര വീട്ടിൽ കുഴപ്പക്കാരിയായിട്ട് കണ്ടിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല. ഫൈസൽക്കയോട് അല്പം ദേഷ്യത്തിലൊക്കെയാണല്ലോ, അതിൻ്റേതായിരിക്കും. പക്ഷേ എന്നെ കിട്ടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നവാസ്കയുടെ ഭാര്യ എന്നെ അവരുടെ കുടുംബത്തിലേക്ക്
കൊണ്ടുപോകണം അവിടുത്തെ മരുമകനായിട്ട്. അതെ, ഇത്തയുടെ ആങ്ങളുടെ മോളെ കൊണ്ട് എന്നെ കെട്ടിക്കണം. അത് സ്വപ്നം കണ്ടാണ് അവർ നടക്കുന്നത്. ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോട്ടോ വരെ അയച്ചു കൊടുത്തു. അവരെല്ലാം അങ്ങ് സെറ്റാക്കി. പിന്നീടാണ് എന്നോട് ചോദിച്ചത് നമുക്ക് പെണ്ണ് കാണാൻ പോകാം എന്നതിനെക്കുറിച്ച്. ഞാനതിൽ നിന്ന് പതിയെ അങ്ങ് ഒഴിഞ്ഞു മാറി. ആ നിമിഷം തുടങ്ങിയതാണ് ഇത്താത്താക്ക് എന്നോട് ദേഷ്യം. അതെ, ആ കുഞ്ഞു മോള് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ചില സംശയങ്ങൾ എന്നിൽ ബാക്കി നിൽക്കുന്നു. എന്നാലും അത്രക്കും ഒരു കഠിനമായൊരു മെസ്സേജ് അതെങ്ങനെ ഇത്താത്ത അയക്കുമോ? കല്യാണം റെഡിയായിട്ടുണ്ട്, ശല്യമാവാതെ ഒഴിഞ്ഞു പോവണം, ഇനി ഒരിക്കലും മെസ്സേജ് അയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്താത്താക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അതും ഞാൻ ആ ആശുപത്രി കിടക്കുന്ന സമയത്ത്. ഹേയ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വിശ്വസിക്കാതിരിക്കാനും വയ്യ. മനുഷ്യരല്ലേ, ഏത് സമയവും സ്വഭാവം മാറുമല്ലോ. ഒരു പക്ഷേ ഇത്താത്ത വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുമായി എൻ്റെ വിവാഹം നടക്കരുത്. ഇത്താത്തയുടെ ആങ്ങളയുടെ കുട്ടിയെ ഞാൻ കെട്ടണം, അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധം അവർക്കൊരിക്കലും ഇഷ്ടമാവില്ല. ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ഒരു ബന്ധമെങ്ങാനും ഇവിടെ നടന്നു കഴിഞ്ഞാൽ, ഈ കല്യാണമെങ്ങാനും നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ കാക്കണ്ട, എൻ്റെ വീട്ടുകാരെയും ഞാൻ അതിൽ പങ്കെടുക്കുകയുമില്ല. അവൾ അത് പറഞ്ഞതായിരുന്നു. സംഗതി ഏറെക്കുറെ ഷമ്മാസിനെ പിടികൊട്ടി തുടങ്ങി. ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ അവരോട് ചോദിക്കണം, നിങ്ങൾ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നോ എന്ന് ചോദിക്കണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അങ്ങനെ അവരുടെ ആ ഒരു കള്ളത്തരം പൊളിക്കണം. അതാണ് ഷമ്മാസ് ആഗ്രഹിച്ചത്. പിന്നീട് ഷമ്മാസ് വിചാരിച്ചു, ഹേയ്, അത് വേണ്ട, ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമല്ല, നമ്മുടെ ഹബീബിന് ഇഷ്ടമല്ല ഒരാളുടെ ഒയ്ബ് മറച്ചു വെച്ചാൽ 1000 ഒയ്ബ് അള്ളാഹു നമ്മുടേത് മറച്ചു വെക്കുമെന്നാണ്. അവരൊരു പക്ഷേ ദേഷ്യം കൊണ്ട് അങ്ങനെ അവൾക്ക് മെസ്സേജ് അയച്ചു, ആ ബന്ധം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എല്ലാവരുടെ ഇടയിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. അവരയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ്. അതും ആ ഡേറ്റ്, സമയം, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് അവർ ദേഷ്യം കൊണ്ട് അയച്ച ആ ഒരു മെസ്സേജ്. ഹേയ്, ഇല്ല, അത്രക്കുള്ള അതുപോലുള്ള നീച പ്രവൃത്തി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ വെറും ചെറ്റത്തരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആളുകളുടെ ഇടയിൽ വെച്ച് ഒരാളൊരു തെറ്റ് ചെയ്തത് ഒരിക്കലും വിളിച്ച് പറയാനും പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു കരുതൽ വേണം. ഇത്താത്ത ഇതിനിടയിൽ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഹിജാബിയും വിവാഹിതയാകുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഷാനിത്ത വരാൻ ചാൻസില്ല. മോള് പറഞ്ഞല്ലോ എൻ്റെ ഉമ്മച്ചിയാണ് ഫോൺ എടുത്തതെന്ന്. ഉമ്മയോടെങ്ങാനും ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മ ചോദിക്കും. ഉറപ്പാണ്. എന്താ ഫസീല, നീയെ ഷാമോൻ്റെ ഫോൺ എടുത്തിരുന്നോ? ഫോൺ എടുത്ത് ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. എന്താ നിനക്ക് തീരെ ഒരു ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്? അത് കേൾക്കുമ്പോൾ അതാ ഫസീലത്ത ഞെട്ടിത്തെറിക്കും. എന്ത്? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഡിലീറ്റ് ചെയ്ത മെസ്സേജ്, അവൾ അയച്ച മെസ്സേജ്, അത് ഞാനും ഡിലീറ്റ് ചെയ്തിരുന്നു, ഞാൻ അയച്ചത് അതും, പിന്നെ എങ്ങനെ ഇതറിഞ്ഞു എന്നവൾ ചിന്തിക്കും. എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ എനിക്ക് തെളിവ് കിട്ടണം. എവിടെ നോക്കട്ടെ, വെറുതെ ഓരോന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അത് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ അതൊക്കെ വരും. പിന്നീടത് വലിയൊരു പ്രശ്നമാകും. വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു കള്ളത്തി എന്നുള്ള ഒരു പേരിൽ ഫസീലത്ത അറിയപ്പെടും. വേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്. ഇത്രയും ദിവസം ആ ഹിജാബിയെ വേദനിപ്പിച്ചില്ലേ, അതിൻ്റേതായ വേദന. എന്ത് കാര്യത്തിന്? എന്നോട് പോലും ആ കുട്ടി മുഖത്തോട് മുഖം നോക്കാതെ എന്നിൽ നിന്നും അകന്നുപോയി. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ വിചാരിച്ചു അവളുടെ കല്യാണമൊക്കെ വേറെ സെറ്റായി എന്ന് കേട്ടപ്പോൾ അവൾ എന്നെ ഉപേക്ഷിക്കുകയാണെന്ന്. സത്യമായിട്ടും. പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു മെസ്സേജ് അവളിലേക്ക് വരുന്നത് അവൾ ഒരിക്കലും അറിയില്ലല്ലോ. ഞാനും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു.
അവൾ എന്നെ ചതിയനാക്കിയിട്ടുണ്ടാവും, അവൾ എന്നെ വഞ്ചകനാക്കിയിട്ടുണ്ടാവും. ഷിഫ തന്നോട് വന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആണുങ്ങളൊക്കെ ഇത്രക്കും വഞ്ചകന്മാരാണെന്ന് അറിഞ്ഞില്ല, പാവം ആ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ എന്നൊക്കെ. അപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് പ്രവർത്തിച്ചത് എന്ന് അറിയാൻ അല്പം വൈകിപ്പോയി എനിക്ക്. ആ മോളെ കണ്ടപ്പോഴാണ്, മോള് പറഞ്ഞപ്പോഴാണ് എനിക്കതെല്ലാം ഓർമ്മ വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടെ പറഞ്ഞിരുന്നു, ആപ്പാപ്പാൻ്റെ ഫോണ് ഉമ്മച്ചെടുത്തിരുന്നു എന്നുള്ളത്. അതെ, ഇതിനായിരിക്കും, ഞാനില്ലാത്ത സമയത്ത് എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുത്തത്. അല്ലാ, പോയിട്ട് 4 വർത്താനം പറയുകയാണെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്, എപ്പോഴും ബഹുമാനിക്കേണ്ട ആളാണ്. പറയുന്നത് ഒട്ടും ശരിയല്ല, അങ്ങനെ പറയാനും പാടില്ല. പക്ഷേ ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്താൽ പറയുകയല്ലാതെ പിന്നെന്ത് ചെയ്യും? ഉമ്മയോട് പറഞ്ഞാലോ? ഉമ്മ നന്നായിട്ട് പറയും, തൽക്കാലം വേണ്ട, ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം. കാരണം ഇതറിയുമ്പോൾ നവാസ്ക അതിലേറെ സങ്കടപ്പെടും. നവാസ്ക പറയും, നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള കള്ളത്തരത്തിനൊക്കെ നീ കൂട്ടു നിൽക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നവാസ്കാക്കും അതൊരു മനസ്സിന് വിഷമം വരും. കാരണം ഒന്നുമില്ലെങ്കിൽ നവാസ്ക എൻ്റെ ജ്യേഷ്ഠനല്ലേ. പെണ്ണുങ്ങളിങ്ങനെ ഓരോന്ന് കുരുക്കുകണികൾ ഒപ്പിക്കുന്നതിന് ഇക്ക എന്ത് വിളിച്ചോ? ഇക്കയ്ക്കും അതൊരു മോശമായി മാറും. തൽക്കാലം അവിടെ നിൽക്കട്ടെ, ആരോടും ഒന്നും പറയണ്ട. അതിനുള്ള സാഹചര്യം അവസരം വരുമ്പോൾ മാത്രം ചോദിക്കാം. ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ തന്നെ നിൽക്കാം. എങ്കിലും പഠിച്ചോനെ, ആ തെറ്റിദ്ധാരണ മാറി കിട്ടിയല്ലോ എൻ്റെ ഹിജാബിയുടെ. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് അവളുടെ മനസ്സ് അത്രക്കും വേദനിച്ചിട്ടുണ്ടാവും. എന്തായാലും വേണ്ടില്ല, ഇന്ന് രാത്രി തന്നെ എൻ്റെ ഹിജാബിക്ക് മെസ്സേജ് അയക്കണം. അവളോട് എല്ലാത്തിനും പൊരുത്തപ്പെടിപ്പിക്കണം. ആ രാത്രിക്കും വേണ്ടി അതാ ഷമ്മാസ് കാത്തിരിക്കുന്നു. ഉമ്മ അവനോട് ചോദിച്ചു, ഷാമോനെ, നീ എന്താടാ ഇന്ന് എന്തൊക്കെയോ ഒരു അവസ്ഥയിലൂടെയാണല്ലേ കടന്നു പോകുന്നത്? എന്തോ ഉമ്മ? അല്ലേ, ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ നല്ല ടെൻഷനായിരിക്കും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും അത് സങ്കടം വരും. ഇന്ന് നിന്നെ കണ്ടിട്ട് ടെൻഷനില്ല, കുറച്ച് ഹാപ്പി ഉണ്ട്. എന്നാലോ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അല്ലെങ്കിലും ഉമ്മാക്ക് എൻ്റെ മനസ്സിലുള്ളത് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ ഉമ്മ. പൊന്നു മോനെ, ഞാനല്ല നിന്നെ പെറ്റത്. ഇത്ര വലുപ്പമായത് കാര്യമാക്കണ്ട. ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഈ കുട്ടിയാണ്. എൻ്റെ മുഖത്ത്, എൻ്റെ മനസ്സിലെന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലൊക്കെ അത് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നോക്കിയാൽ ഉമ്മാക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കുട്ടി അത്ര ടെൻഷനില്ല, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കേട്ട് ഷമ്മാസ് ചിരിച്ചു. ഷമ്മാസ് ചിരിച്ചപ്പോൾ അവൻ്റെ ആ താടിയുടെ ഉള്ളിലൂടെ ആ നുണക്കുഴികൾ വിരിയുന്നതായിട്ട് ഉമ്മ കണ്ടു. ഷാമോനെ, എൻ്റെ കുട്ടി ഇന്ന് ഹാപ്പിയാണെന്ന് തോന്നുന്നുട്ടോ. ആ മുഖത്തെ ചിരി കണ്ടില്ലേ? എന്ത് ഭംഗിയാണ് എൻ്റെ കുട്ടി ചിരിക്കുമ്പോൾ കാണാൻ. ആ പല്ലും എല്ലാം മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെണ്ണ് കെട്ടാൻ വൈകിക്കരുത് കേട്ടോ, ഈ ഒരു സമയത്ത് കെട്ടണം. എൻ്റെ കുട്ടീനെ പ്രത്യേക ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അതെ മോനെ, സത്യമായിട്ടും ഈ ഒരു സമയത്ത് കെട്ടിയില്ലെങ്കിൽ പിന്നെന്താണോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാമർ കുറച്ച് കഴിയാൻ നഷ്ടപ്പെടും. ഉമ്മ, അതൊക്കെ കെട്ടാലോ? ഈ ഉമ്മയുടെ ഒരു കാര്യം. ഷമ്മാസ് ആ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്നതാ ഷമ്മാസ് പള്ളിയിലേക്ക് പോയി മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി. നിസ്കാരം കഴിഞ്ഞ് അതാ സ്ഥിരമായി ഓതാറുള്ള സൂറത്ത് യാസീനും വാഖിയയും മുൽക്കും സജദയും റഹ്മാനും ദുഹാനും എല്ലാം ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ച റബ്ബേ, എനിക്ക് നീ ക്ഷമ നൽകണം റഹ്മാനെ. ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് പഠിച്ചതാണ് ഞാൻ. എനിക്ക് എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും എനിക്ക് നീ ക്ഷമിക്കാനുള്ള കഴിവ് നീ നൽകണം റഹ്മാനെ. അല്ലാ, എൻ്റെ മനസ്സിലുള്ള ഹിജാബി, അവളെ എനിക്ക് സ്വന്തമാക്കണം റഹ്മാനെ. ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഞാൻ തീ തിന്നുകയായിരുന്നു അല്ലാ. എൻ്റെ മനസ്സിൽ ഏറെ ആഗ്രഹിച്ച, ഏറെ പ്രതീക്ഷിച്ച ആ പെൺകുട്ടി എന്നെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചല്ല. അതിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകി.
അൽഹംദുലില്ലാ ഹംദൻ ഗസീറൻ തൊയ്യിബൻ മുബാറക്കൻ. പടച്ചറബ്ബേ, നീ എനിക്കിന്ന് സന്തോഷം നൽകിയിരിക്കുന്നു. സന്തോഷത്തോടെയുള്ള എൻ്റെ കണ്ണുനീരാണ് നിൻ്റെ മുമ്പിലുള്ളത്. എനിക്ക് നീ എൻ്റെ ഹിജാബിയെ തിരിച്ചു തരും എന്നെൻ്റെ മനസ്സ് പറയാണ്. ഇതുപോലുള്ള വിഷമങ്ങൾ ഇനി തരരുതേ അല്ലാ. ഇനിയെങ്കിലും എനിക്ക് അവളെ സ്വന്തമാക്കാൻ നീ ഒരവസരം തരണം റഹ്മാനെ. അന്ന് മഗ്‌രിബ് നിസ്കാരവും പ്രാർത്ഥനയും ദുആവും എല്ലാം കഴിഞ്ഞ് അതാ ഷമ്മാസ് പള്ളിയിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഉസ്താദ് അത് കണ്ടത്. ഷമ്മാസ്, ഉസ്താദെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. ഹോ, അത് കേട്ടാൽ മതി ഷമ്മാസ്. നിങ്ങളുടെ ഈ വിടർന്ന മുഖം, ഈ പുഞ്ചിരിക്കുന്ന മുഖം തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. അല്ല മോനെ, വിവാഹത്തിൻ്റെ കാര്യമൊക്കെ എന്തായി? ഉസ്താദേ, അത് എനിക്ക് പറയാനുണ്ട്. എന്താ മോനെ, ഞങ്ങളെ നാട്ടിലെങ്ങാനും നോക്കണോ നിനക്ക് വേണ്ടി? ഉസ്താദേ, അതൊക്കെ ഞാൻ പറയാം. ഷമ്മാസ്, നീ നല്ലൊരു സ്വാലിഹായ മോനല്ലേ? നിനക്ക് പറ്റിയ നല്ലൊരു സ്വാലിഹായ പെൺകുട്ടി വേണമല്ലോ അല്ലേ? ഷമ്മാസ്, ഞാൻ ഒരു സത്യം പറയട്ടെ. എൻ്റെ കുട്ടി വലിയ കുട്ടി ആയിരുന്നെങ്കിൽ, ഇപ്പോഴവൾ അത് 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. എൻ്റെ മോൾക്ക് 18 വയസ്സെങ്കിലും ആയിരുന്നെങ്കിൽ ഷമ്മാസ്, നിനക്ക് വേണ്ടി ഞാൻ അവളെ സമ്മാനിക്കുമായിരുന്നു. കാരണം നിൻ്റെ സ്വഭാവവും നിൻ്റെ എല്ലാ ഗുണങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ. അത് കേട്ട് ഷമ്മാസ് പുഞ്ചിരിച്ചു. പൊന്നാര ഉസ്താദേ, കുട്ടി ഒന്ന് വളർന്നോട്ടെ. 5ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. മോനെ, എനിക്ക് നിന്നോടുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നിൻ്റെ എല്ലാ സൽസ്വഭാവവും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത്. എൻ്റെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുടുംബത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു മോനെ. നിന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, വേറെ രീതിയിലുള്ളൊരു ഇഷ്ടമൊന്നുമല്ല. കാരണം നിൻ്റെ സ്വഭാവം അത്തരത്തിൽ ആയതുകൊണ്ട് മാത്രമാണ്. അല്ല മോനെ, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? ഇനിയിപ്പോൾ എപ്പോഴാണ് വൈകിപ്പിക്കുന്നത്? ഉസ്താദേ, അതൊക്കെ ഞാൻ പറയാം. എന്താടാ, മനസ്സിൽ വല്ലതും ഉണ്ടോ? ഉസ്താദേ, അങ്ങനെയൊന്നും പാടില്ലല്ലോ അല്ലേ? നമുക്ക് പ്രേമിക്കാനൊന്നും പാടില്ലല്ലോ. അങ്ങനെയല്ല ഉസ്താദേ നിയമം. മോനെ, ആര് പറഞ്ഞു? വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ? അല്ലെങ്കിലും ഇഷ്ടം എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്ന ഒന്നല്ലേ, അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ലല്ലോ. അത് മനസ്സിലങ്ങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മോനെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കറിയാം നിനക്ക് അങ്ങനെ ചുറ്റുപാടും ചുറ്റിക്കളിയൊന്നും ഉണ്ടാവില്ല എന്ന്. ഉസ്താദേ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്താ, ചുറ്റിക്കളി വല്ലതും ഉണ്ടോ? ഹേയ്, എന്തിന്? നമുക്കുള്ളതാണെങ്കിൽ ഹലാലായിട്ട് ഹലാലായ മാർഗത്തിൽ, അതിനപ്പുറത്തേക്കായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലേ, നിൻ്റെ പ്രായത്തിലുള്ള ചെക്കന്മാർക്കൊക്കെ ഓരോ പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ വെറുതെ ഉണ്ടാകും. വിവാഹം കഴിക്കാനൊന്നുമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് പല തെറ്റുകളിലേക്കും പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും. അതിലൊന്നും മോനെ പെടരുതേ ഉസ്താദേ. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, എൻ്റെ മനസ്സിലേക്ക് അത് കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തായിട്ട് മറ്റൊന്നുമില്ല. മോനെ, നിൻ്റെ ചിന്താഗതി കൊള്ളാം. അല്ലെങ്കിലും നിനക്ക് എല്ലാ കാര്യത്തിനും തീരുമാനമെടുക്കാൻ നീ നല്ല ഉഷാറാണ്. ഒരാളെയും വെറുപ്പിക്കാത്ത രീതിയിൽ നീ അങ്ങനെ പോകുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടണ ഒന്നല്ല, ഓരോരുത്തർക്ക് പഠിച്ചം കൊടുക്കുന്ന ഒരു കഴിവ് തന്നെയാണ്. ഷമ്മാസിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഉസ്താദെ വേണ്ട, എന്തിനാണ് എന്നെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ സാധാരണത്തെ രീതിയിൽ തന്നെയാണ്. എങ്കിലും ഷമ്മാസ്, നിങ്ങൾ ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം. ഉസ്താദെ, അത് നിങ്ങൾ തന്നെ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നല്ല, മുഖത്ത് പ്രകാശം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ മുഖം നല്ല പ്രകാശമായിരിക്കും എന്നാണ്. തഹജ്ജുദ് നിസ്കരിച്ചാൽ ഒരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട ആവശ്യമില്ലാന്ന്, അത്രയ്ക്ക് മുഖം വെട്ടിത്തിളങ്ങും അത്രേ. ഷമ്മാസ് തഹജ്ജുദ് മുടക്കാറില്ല എന്ന് എനിക്കറിയാം, അതിൻ്റേതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇന്ന് നല്ല ഹാപ്പിയാണ്. നിന്നെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണത്തെ രീതിയിലല്ല, ഒന്നുകൂടെ ഹാപ്പിയാണ്. ചില ദിവസങ്ങളിൽ ഷമ്മാസ് പള്ളിയിൽ വരുമ്പോൾ നല്ല മുഖത്തിന് നല്ല വാട്ടുണ്ടാവും, സങ്കടം ഉണ്ടാവും, കണ്ണുകൾ ചുവന്നിട്ടുണ്ടാവും, ചുവന്ന് നിറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പ്രസന്നത. എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് വിജയിച്ച പോലെയുണ്ട് നിന്നെന്ന് കണ്ടിട്ട്. ഉസ്താദെ, നിങ്ങൾക്ക് നല്ല സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഉണ്ടല്ലേ? കുറച്ചൊക്കെ അറിയണമല്ലോ, അറിയാൻ പറ്റില്ലല്ലോ. ഉസ്താദെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഷമ്മാസ്, എന്നാലും നിൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അത് നിൻ്റെ മുഖം പറയുന്നുണ്ട്. അത് എന്നോട് നീ പറയൂലേ? എനിക്ക് കൂടി പറഞ്ഞതാടാ, ഞാനൊന്ന് കേൾക്കട്ടെ. ഉസ്താദെ, അതൊക്കെ ഒരു വലിയ കഥയാണ്, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഉസ്താദിന് അത് ശരിക്കും ആകാംക്ഷയായി കേൾക്കാൻ. ഷമ്മാസ്, എന്തുണ്ടെങ്കിലും എന്നോട് പറയോ? നമുക്ക് ഹയറാണെങ്കിൽ അതൊക്കെ അങ്ങ് ശരിയാക്കേണ്ട കേസല്ലുള്ളൂ. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഒരു തടസ്സം ഉണ്ടാവാതെ നമുക്കത് റെഡിയാക്കി എടുക്കണം. ഉസ്താദെ, നിങ്ങളെ വാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആരൊക്കെ ഉള്ള പോലെയാണ് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഒരു പക്ഷേ എനിക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഷമ്മാസ്, നിനക്ക് ഉമ്മയില്ലേ? നിൻ്റെ ജ്യേഷ്ഠന്മാരില്ലേ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട്? പെങ്ങളില്ലേ? ജ്യേഷ്ഠ ഭാര്യമാരില്ലേ? എല്ലാവരും ഉണ്ടായിട്ടും നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഉസ്താദെ, എല്ലാവരും ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് കളറേകാൻ ഒരിക്കലും ഒരാൾ മുന്നോട്ട് വരണമെന്നില്ല. ഒരു പക്ഷേ ഉസ്താദിനെ പോലുള്ള ഒരു ഉസ്താദിനെ കിട്ടിയാൽ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ സഫലമാകാൻ അത് മതി, വേറെ ആരും വേണ്ട. ഷാമോനെ, നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ കുടുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ഓപ്പണാക്കി നീ പറയുന്നില്ല. പക്ഷേ നിൻ്റെ മനസ്സ് വല്ലാതെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഷമ്മാസ് എന്നോട് കാര്യങ്ങൾ പറ. ഉസ്താദെ, ഞാൻ പറയാം. ഞാനിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഞാൻ പറയാം. പക്ഷേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഷമ്മാസ്, അസർ കഴിഞ്ഞിട്ട് നിനക്കൊരു ദിവസം വരാൻ പറ്റുമെങ്കിൽ വാ. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നടക്കാനും ഇറങ്ങാം. എനിക്ക് മഗ്‌രിബിന് മുമ്പായിട്ട് ഇവിടെ എത്തും വേണം, ആ രീതിയിൽ. ഉസ്താദെ, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. മോനെ, എന്ത് കാര്യമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിലേ നമുക്കെല്ലാം റെഡിയാക്കാന്നേ. ഉസ്താദിൻ്റെ ആ ഒരു ഊർജം പകരുന്ന വാക്കുകൾ ഷമ്മാസിനെ വല്ലാതെ അങ്ങ് പിടിച്ചുലക്കി. അതെ, ഉസ്താദുണ്ട് എൻ്റെ കൂടെ എല്ലാത്തിനും. വീട്ടുകാരെല്ലാം എല്ലാത്തിനെതിരായിരിക്കും, ആരും ഒന്നിനും സമ്മതിക്കില്ല എന്നെനിക്കറിയാം. എന്തൊക്കെ തന്നെയായാലും ഈ നന്മ ചെയ്യുന്ന, നല്ലത് മാത്രം പറയുന്ന ഒരു ഉസ്താദുണ്ടെങ്കിൽ, പിന്നെ ഉമ്മയുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ? ജ്യേഷ്ഠന്മാരുടെ സമ്മതം കിട്ടിയിട്ടും മൂത്തച്ഛിമാരുടെ സമ്മതം കിട്ടിയിട്ടും ഒരിക്കലും എനിക്ക് വിവാഹം ശരിയാവാൻ പോകുന്നില്ല. ഒരിക്കലും. അതെല്ലാം അവർ തട്ടിത്തെറിപ്പിക്കും ഏതെങ്കിലും രീതിയിൽ. ഇനിയൊരിക്കലും അങ്ങനെയൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹ്, ഉസ്താദിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ആശ്വാസമായി. ഉസ്താദെ, എന്നാൽ ഞാൻ ഇറങ്ങോട്ടെ കേട്ടോ. മോനെ ചെല്ല്. അസ്സലാമു അലൈക്കും. സലാം മടക്കുന്നതിനിടയിൽ ഷമ്മാസദ ഉസ്താദിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് അപ്പോഴേക്കും കൊടുത്തു. ഇത് വേണ്ട, എന്നും നിനക്ക് ശീലമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിന്നോട് 2 വർത്താനം പറഞ്ഞാൽ നീ അപ്പം തരും നോട്ട്. ഇപ്പം വേണ്ട മോനെ, നീ കഴിഞ്ഞ ആഴ്ചയല്ലേ തന്നത്. ഉസ്താദെ, അതിനെന്താ, നമുക്കെന്താ എന്നും കിട്ടുന്നതല്ലേ ക്യാഷ്. നമുക്ക് എന്നും എത്രയോ വരുമാനം കിട്ടും. അതിൽ നിന്ന് ഒരു പങ്ക് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ. അതിങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലല്ലോ. അതൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കണമല്ലോ ഉസ്താദെ, എങ്കിലല്ലേ നമ്മുടെ അഴുക്കൊക്കെ നീങ്ങിപ്പോവുള്ളൂ. മോനെ, അതും ശരിയാണ്. പക്ഷേ എന്നെക്കാളും എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് മോനെ. ഉസ്താദെ, അവർക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് കൊടുക്കണം, അതാണ് ആഗ്രഹം. ഒരിക്കലും ആർക്കും കൊടുത്തതിനെ പറ്റി ഷമ്മാസ് പറയാറേയില്ല. അവൻക്കറിയാം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം രഹസ്യമാക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ രാത്രി അതാ സന്തോഷത്തോടെ ഷമ്മാസ് വീട്ടിലേക്ക് പോകുന്നു. ഇന്നെൻ്റെ രാത്രിയാണ്. എൻ്റെ ഹിജാബിയോട് എനിക്കൊരുപാട് സംസാരിക്കാണ്ട്. അവളുടെ ആ സങ്കടം, ആ ഒരു പ്രശ്നം, ആ ഒരു വിഷമം, ആ പ്രയാസം, അതെല്ലാം ഇന്ന് ഞാൻ നീക്കിക്കൊടുക്കും.
അവളെ ഇന്ന് ഞാൻ സന്തോഷിപ്പിക്കും, എൻ്റെ സുന്ദരി പെണ്ണിനെ, ഇൻഷാ അല്ലാ. ആ രാത്രി അതാ സന്തോഷത്തോടു കൂടി ഷമ്മാസ് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് അവൻക്ക് പോകാൻ ധൃതിയായി. അതെ, കയ്യിലിരുന്നു കൊണ്ട് ഉമ്മയുടെ അടുത്ത് വെച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അതൊക്കെ ഒരു പ്രശ്നമാവും. അല്ലെങ്കിൽ ഇവിടെ ചുറ്റുഭാഗത്തും ഭയങ്കര ക്യാമറ സെറ്റപ്പാണ്. എന്തൊക്കെയോ എല്ലാവരും നോക്കി കാണാണ്. ഞാൻ ഫോൺ എടുക്കുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ, മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ. എന്തായാലും റൂമിലെത്തട്ടെ. എന്നിട്ട് എൻ്റെ ഹിജാബിയെ എനിക്ക് ശരിക്കൊന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം നേരിട്ട്. വെറും മെസ്സേജ് മാത്രമല്ല. അവൾക്ക് അത് പറ്റുമാവോ? ഒന്നിനുമല്ല. അവളോട് എന്നെ തെറ്റിദ്ധരിച്ചതൊക്കെ ഒന്ന് തിരുത്തുവാൻ വേണ്ടിയിട്ടും ക്ഷമിക്കാൻ പറയാനും വേണ്ടിയിട്ടും മാപ്പ് പറയാനും വേണ്ടിയിട്ടും എൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ വിളിക്കണം. ഷമ്മാസദ റൂമിലേക്ക് കിടക്കുകയാണ്, തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ ഓർത്തുകൊണ്ട്. സമയം 11 അവൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.